ഈ കോൺഫറൻസ് ഈ വിധത്തിൽ അലങ്കോലമാക്കി നശിപ്പിക്കാൻ തന്റെ സ്ഥാനത്ത് കുറച്ച് ദിവസമെങ്കിൽ അത്രയും ദിവസം കൂടെ കടിച്ചു തൂങ്ങാൻ പക്ഷെ പോൾ തങ്കയെ എടുത്ത അടവും അദ്ദേഹത്തിന്റെ അനുയായികൾ കൊടുത്ത പിന്തുണയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ 11ാമത് ജനറൽ കോൺഫറൻസിൽ കൂട്ടയടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനകത്തിൽ ഒരുപാട് വിശ്വാസികൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്, അതായത് അത്തരത്തില് അവിടെ ഉന്തും തെള്ളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും കമന്റ് ചെയ്തിരുന്നു. കൂടുതലും ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൽ തന്നെയുള്ള വിശ്വാസികളാണ്. അപ്പോൾ ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ തന്നെയുള്ള ചില വിശ്വാസികളോട് കാര്യങ്ങൾ തിരക്കിയ സമയത്ത് അവർക്കും ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ അറിയത്തില്ല. എനിക്ക് ചില ഇടങ്ങളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അതിനകത്ത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് പോൾ തങ്കയെ കുറിച്ചാണ്. അതായത് പോൾ തങ്കയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഒരു മുഖ്യ കാരണക്കാരൻ എന്നുള്ള നിലയിലാണ് ആ വീഡിയോ ചെയ്തത്. അതിന്റെ ആധാരമായിട്ട് ചില ക്ലിപ്പിങ്ങൾ വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹാലേലിയ ന്യൂസിൽ ഒരു ന്യൂസ് കണ്ടു. അതിനകത്തിൽ ഏകദേശം 1.5 മണിക്കൂറുള്ള ഒരു സൂം മീറ്റിംഗ് ആണ് നടത്തുന്നത്. അതിനകത്തില് ഈ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ മൊത്തമായി കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ആ ഒരു വീഡിയോ മൊത്തമായി കണ്ടു തീർന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഈ പഴയ ചർച്ച്, ആയിരക്കണക്കിന് ചർച്ചുകളുള്ള ഒരു സഭയാണ് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ്. ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സഭ. അപ്പോൾ ആ സഭ പിളർപ്പിലേക്കാണോ നീങ്ങുന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. അതായത് ഓൾ ഇന്ത്യ ജനറൽ സൂപ്രണ്ട് പോൾ തങ്കയ്യ, അദ്ദേഹം ഒരു വശത്ത്, അദ്ദേഹത്തോടൊപ്പം കുറേയധികം ആളുകളുണ്ട്. എന്നാൽ മറുവശത്ത് നിൽക്കുന്നത് ഒരുപാട് സൂപ്രണ്ടുമാരും ഇതുപോലുള്ള കുറെ അധികം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മുതിർന്ന പാസ്റ്റർമാര്, നേതാക്കന്മാരെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അത്തരം ആളുകളുണ്ട്. അപ്പോൾ ഈ പോൾ തങ്കയ്ക്കെതിരെ ഇവരെല്ലാം ഈ പടപ്പുറപ്പാട് ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വചനവിരുദ്ധമായിട്ട് പോൾ തങ്കയ്യ പല കാര്യങ്ങളും ഈ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതില് പോൾ തങ്കയ്യ ചെയ്ത ഒരു കാര്യമാണ് ഈ ബക്കറ്റ് സ്നാനം. പിന്നെ രണ്ടാമത് ചെയ്തത് ജോൺ ജവരാജിന് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്തി അദ്ദേഹത്തെ ജാമ്യത്തിലിറക്കി. അതുകൂടാതെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള സഭകളിലൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിന്നു എന്നുള്ളൊരു വലിയ ആരോപണം ഈ പോൾ തങ്കയ്യ നേരിടേണ്ടി വന്നു. അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നൊക്കെ പല ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പച്ചവെള്ളം വീഞ്ഞാക്കുക, അങ്ങനെയുള്ള ചില അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്തു. അപ്പോൾ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അകത്ത് നിൽക്കുന്ന പല പാസ്റ്റർമാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു കാരണവശാലും വചനത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളല്ല, അത് വചനവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതിനെയൊക്കെ എതിർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കോൺഫറൻസ് ഈ വിധത്തിൽ അലങ്കോലമാക്കി നശിപ്പിക്കാൻ തന്റെ സ്ഥാനത്ത് കുറച്ച് ദിവസമെങ്കിൽ അത്രയും ദിവസം കൂടെ കടിച്ചു തൂങ്ങാൻ പക്ഷെ പോൾ തങ്കയെ എടുത്ത അടവും അദ്ദേഹത്തിന്റെ അനുയായികൾ കൊടുത്ത പിന്തുണയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കോർട്ടിന്റെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അകത്ത് നൽകിയതെന്നൊക്കെ പറയണത് വളരെ അസഭ്യമായിട്ടുള്ള കാര്യമാണ്, പച്ചക്കള്ളമാണ്. അങ്ങനെ ആ ഡിസ്ട്രിക്റ്റിന്റെ സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ വിമത ഗ്രൂപ്പോ AGI കോൺഫറൻസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേ ഓർഡർ മേടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കോർട്ട് ഓർഡർ ഉണ്ടാക്കുകയോ 100% ഉണ്ടായിട്ടില്ല. നല്ല നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിരിക്കുന്ന ജനത്തെ മനസ്സ് മടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് അത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തികളെ ദൈവം തന്നെ വിധിച്ച് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള വളരെ നല്ല പ്രത്യാശയിലാണ് ഞങ്ങൾ എല്ലാവരുമായിരിക്കുന്നത്. ഹാലേലിയ ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ വെച്ചത്. അതായത് ഏകദേശം 1.5 മണിക്കൂറോളം ആ വീഡിയോ ഉണ്ട്. ഈ അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ള വിശ്വാസികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നേരെ ചെന്ന് ആ വീഡിയോ കാണണം, തീർച്ചയായും കണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ വിശ്വാസികളും അത് കാണണം. സഭയ്ക്കുള്ളിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഇതിലെ നേതാക്കന്മാര്, അസംബ്ലീസ് ഓഫ് ഗോഡിലെ നേതാക്കന്മാര് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലുടനീളം ആയിരക്കണക്കിന് സഭയുള്ള ഒരു ചർച്ചാണ് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ചർച്ച്. അപ്പോൾ ഇതിനകത്ത് ചില വിമത നീക്കം ഉണ്ടായി. 70ഓളം ആളുകൾ വിമതരായിട്ട് വന്നു. അപ്പോൾ അവര് പോൾ തങ്കയോടൊപ്പം കൂടി പോൾ തങ്കയുടെ നേതൃത്വത്തിൽ ഒരു കോർട്ട് ഓർഡറൊക്കെ വാങ്ങിച്ചു ഈ കോൺഫറൻസിലേക്ക് കടന്നു വന്നു. അവരാണ് ഇതിനകത്ത് വലിയ വിഷയം ഉണ്ടാക്കിയത്. അതിന് നേതൃത്വം നൽകിയത് പോൾ തങ്കയാണ്. ഈ പോൾ തങ്കയെ ഇതിനകത്ത് നേതൃസ്ഥാനത്തിലേക്ക് മത്സരിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് ഈ ഇതിനകത്തുള്ള നേതാക്കന്മാർ പറയുന്നത്. അദ്ദേഹം വചനവിരുദ്ധമായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അകത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുഴുക്കത്തിന് ഇതിനകത്ത് വേണ്ട, അദ്ദേഹത്തെ ഈ നേതൃസ്ഥാനത്തു നിന്നൊക്കെ മാറ്റണമെന്നുള്ള ആവശ്യം വളരെ വർഷക്കാലമായിട്ട് ഇതിനകത്ത് ശക്തമായി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇവരുടെയൊക്കെ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു ബഹുഭൂരിപക്ഷം നേതാക്കന്മാര് പോൾ തങ്കയ്ക്കെതിരെ തിരിയുകയാണ്. എന്നാൽ പോൾ തങ്കയ്യ അവിടെ നടത്തിയ ഈ വിഷയം, അതായത് ഈ കോൺഫറൻസ് നടത്തിയ വിഷയം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി തന്റെ സഭയിലെ യൂട്യൂബ് ചാനൽ വഴി ഹിന്ദിയിലും മറാഠിയിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്ത് ആ ഒരു യൂട്യൂബ് ചാനൽ വഴി പ്രസിദ്ധീകരിക്കുകയാണ്. അതിനകത്തില് തന്നെ ന്യായീകരിച്ചുകൊണ്ട് താൻ ഇതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള തെറ്റും ചെയ്തിട്ടില്ല, വിമതരായിട്ടുള്ള ചില ആളുകൾ അതിനകത്ത് കടന്നു കയറി പ്രശ്നമുണ്ടാക്കിയതാണ്, താൻ ഇതിനകത്ത് നിരപരാധിയാണ് എന്നുള്ള രീതിയിലുള്ള വിശദീകരണമാണ് അതിനകത്ത് നൽകുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡിലെ പ്രധാന നേതാക്കന്മാര് പോൾ തങ്കയ്ക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതായത് പോൾ തങ്കയ്യ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ആ ഒരു ചർച്ചിന്റെ ഒരു നിയമങ്ങളും പാലിക്കാതെ ഒരുപാട് സ്വതന്ത്ര സഭകളെ ഈ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ഈ കർണാടകയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലൊക്കെയാണ് ഈ പോൾ തങ്കയ്യയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. അവിടെയൊക്കെ ഒരുപാട് സ്വതന്ത്ര സഭകളുണ്ട്. ആ സ്വതന്ത്ര സഭകളിലൊക്കെ ചെന്ന് ഇദ്ദേഹം ചർച്ചകളൊക്കെ നടത്തിയ ശേഷം അവരെ മൊത്തമായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിലേക്ക് എടുത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയാക്കി മാറ്റുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന പാസ്റ്റർമാരും അങ്ങനെയുള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ജനറൽ കോൺഫറൻസിൽ ഈ ഓൾ ഇന്ത്യ ജനറൽ സൂപ്രണ്ടായിട്ട് ഇദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് ഇങ്ങനെ സഭകൾ തെരഞ്ഞെടുത്ത് വിടുന്ന പാസ്റ്റർമാരാണ്. അത്തരത്തിൽ വരുന്ന പാസ്റ്റർമാർ കൂടുതലും ഇദ്ദേഹം ഇങ്ങനെ സ്വതന്ത്ര സഭ വഴി ഈ അസംബ്ലീസ് ഓഫ് ഗോഡിലേക്ക് എത്തിച്ച പാസ്റ്റർമാരാണ്. അവര് കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പോൾ തങ്കയ്യ എന്ന് പറയുന്ന ഈ ഒരു പാസ്റ്റർ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു മുടിചൂട മന്നനായിട്ട് ഇങ്ങനെ വളർന്നു വന്നിരിക്കുകയാണ്, വലിയൊരു നേതാവായിട്ട് വളർന്നു വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുവാനും വേണ്ടി ഒരുപാട് പാസ്റ്റർമാര് ഇതിനകത്തുണ്ട്. അത് കൂടുതലും ഇദ്ദേഹം ഇങ്ങനെ സ്വതന്ത്ര സഭ വഴി കൊണ്ടുവന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് പോലുള്ള എല്ലാ സഭകളും സൊസൈറ്റി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സഭകളാണ്. അതിനകത്ത് പല നിയമങ്ങളും എഴുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയപരമായിട്ടുള്ള ചില നിയമങ്ങളും ഉണ്ട്. പല സഭകളും പല ആത്മീയ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. അതൊന്നും കൃത്യമായ രീതിയിൽ പാലിക്കാതെ ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഇദ്ദേഹത്തിന് ഇതിനകത്ത് തന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അത് മറ്റുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് അത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹം പലവിധമായിട്ടുള്ള വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ആരും അംഗീകരിക്കത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് വചനം അറിയാവുന്ന ഇതുപോലുള്ള ഇതിനകത്തുള്ള നേതാക്കന്മാര് അതിനെ എതിർക്കും. അപ്പോൾ ആ ഒരു എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ഇനി ഒരു സ്ഥാനങ്ങളിലേക്കും പരിഗണിക്കേണ്ട, ഇദ്ദേഹത്തെ ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കണമെന്നുള്ള ഒരു വലിയ ആവശ്യം ഇവരെല്ലാവരും ഉന്നയിക്കുന്നത്. 11ാമത് വാർഷിക സമ്മേളനത്തില് പോൾ തങ്കയ്യ ഒരു സ്ഥാനങ്ങളിലേക്കും മത്സരിച്ച് ജയിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് അവിടെ ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ആരോപണം. അത് ആരോപണമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതും ആ ഒരു കോൺഫറൻസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയതും. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഓൾ ഇന്ത്യ ജനറൽ സൂപ്രണ്ടായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. അത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അകത്തുള്ള ആഭ്യന്തര വിഷയമാണ്. എന്നാൽ ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി സാധാരണ ഒരു സുവിശേഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു സഭ പിളർത്തിക്കൊണ്ട് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് വലിയ സംശയമുണ്ട്. അതായത് ഇദ്ദേഹം ഈ ഒരു സഭയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോടൊപ്പം പോകാൻ വേണ്ടി ഒരുപാട് സഭകൾ തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ള കാര്യമാണ് തമിഴ്നാട്ടിലുള്ള വിശ്വാസികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വർഷക്കാലമായിട്ട് ഈ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അകത്ത് പലവിധമായിട്ടുള്ള വിമത നീക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ചു തീർക്കുവാൻ ഇതുവരെ ഇതിനകത്തുള്ള ഒരു നേതാക്കന്മാരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചു പേര് ഒരാളുടെ പക്ഷം ചേരുന്നു, കുറച്ചു പേര് മറ്റുള്ള ഒരാളുടെ പക്ഷം ചേരുന്നു. അത്തരത്തിൽ ഇതിങ്ങനെ നീങ്ങിപ്പോവുകയാണ്. ഇത്തരത്തിൽ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സഭ ഒരുപോലെ നിലനിൽക്കില്ല. ഇത് പിളർപ്പിലേക്ക് പോകും. അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ഇതൊരു മേശയ്ക്കപ്പുറം ഇപ്പുറം ഇരുന്ന് വളരെ രമ്യമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ഇങ്ങനെ കൊണ്ടുവന്ന് സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവന്നിട്ട് അവരവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുകയും ഇത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അത്തരം രീതികളും അത്തരം കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും
കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.